ഇന്ന് വാർത്തകൾ വളരെ വിശദമായി പറഞ്ഞു തരാൻ എനിക്കിപ്പം ഉള്ളത് മിസ്റ്റർ സുജിത് ചന്ദ്രനാണ്. സുചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. സേതു, ഗുഡ് മോർണിംഗ്. പത്രങ്ങളെല്ലാം കയ്യിലുണ്ട്. ഇന്ന് വിവിധ പത്രങ്ങളും വിവിധ വാർത്തകളാണ് പ്രധാന വാർത്തകളാക്കിയിരിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഒരുപാട് വാർത്തകളുള്ള ദിവസമായതുകൊണ്ട് പത്രങ്ങളുടെ ശൈലിക്കും, അതായത് പത്രങ്ങൾ പിന്തുടരുന്ന രീതിക്കും രാഷ്ട്രീയത്തിനുമൊക്കെ അനുസരിച്ച് പല പത്രങ്ങൾക്കും പല തലക്കെട്ടുകളുണ്ട്, പല പ്രധാന വാർത്തകളുണ്ട്. മനോരമ ആദ്യം എടുത്താൽ ഏറ്റവും വ്യത്യസ്തമായ മനോരമയിൽ മാത്രമുള്ള ഇന്നത്തെ ഒരു വാർത്ത രഹസ്യ കോഡ് എന്നൊരു വാർത്തയാണ്. നമുക്കറിയാമല്ലോ, ഒരു ലേബർ കോഡ് കേന്ദ്രം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ലേബർ കോഡ്, തൊഴിൽ ചട്ടങ്ങൾ, നിയമങ്ങൾ സംബന്ധിച്ച് വലിയ പ്രതിഷേധം ട്രേഡ് യൂണിയനുകൾക്കിടയിൽ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ലേബർ കോഡ് മുന്നണികളും യൂണിയനുകളും അറിയാതെ കേരളത്തിൽ അതിൻ്റെ കരട് ചട്ടം തയ്യാറായിരിക്കുന്നു എന്ന വാർത്തയാണ് മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വിജ്ഞാപനം വന്നത് ഇപ്പോഴല്ല, 2021 ഭരണകക്ഷി അനുകൂല ട്രേഡ് യൂണിയനുകൾ പോലും ഇത് അറിഞ്ഞിട്ടില്ല എന്ന് മനോരമ ഒന്നാം വാർത്തയായി പറയുന്നു. CITU ഭാരവാഹികൾ പറയുന്നു അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. കേന്ദ്ര ലേബർ കോഡിന് കേരളത്തിൽ കരട് ചട്ടമുണ്ടാക്കിയത് ഇടതുമുന്നണിയും ഭരണാനുകൂല ട്രേഡ് യൂണിയനുകളും അറിയാതെ. കരട് ചട്ടമാണ് കേട്ടോ. PM ശ്രീ മോഡലിൽ ചർച്ചകളൊന്നുമില്ലാതെയാണ് 4 കോഡുകളിലൊന്നായ വേതന കോഡിന് 2021 ഡിസംബർ 14 കരട് ചട്ടം വിജ്ഞാപനം ചെയ്തത്. അതിനുശേഷം കേരള കോഡ് ഓൺ വേജസ് റൂൾസ് 4 കോഡുകളാണുള്ളത്. ഇതിലെ ഈ വേജസ് കോഡ്, വേതന കോഡിനാണ് ഈ രഹസ്യ ചട്ടമല്ല കരട് ചട്ടം ഉണ്ടാക്കിയതായി പറഞ്ഞിരിക്കുന്നത്. അന്തിമ വിജ്ഞാപനത്തിലേക്ക് പോയില്ലെന്നാണ് ചട്ടം തയ്യാറാക്കുന്നതിനിടയ്ക്ക് വിശദീകരിക്കുന്നത് മന്ത്രി. കരട് ചട്ടത്തിൻ്റെ കാര്യം പക്ഷേ ആ സമയത്തൊന്നും തയ്യാറാക്കിയത് മിണ്ടിയിട്ടില്ല എന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എഡിറ്റ് പേജുകളിലും മറ്റും ഈ ട്രേഡ് യൂണിയൻ നേതാക്കളൊക്കെ ഇത് സംബന്ധിച്ച വാർത്തകൾ അവരുടെ അഭിപ്രായങ്ങളായി വരാറുണ്ടായിരുന്നെങ്കിലും ഇനിയൊരു പക്ഷേ അടുത്ത ദിവസങ്ങളിലാകും ഇത് ചർച്ചയാവുക. കോഡിലുണ്ട് കെണികൾ എന്ന് പറഞ്ഞ് 8ാമത്തെ പേജിലും ഇതിൻ്റെ വിശദാംശങ്ങളുണ്ട്. കേന്ദ്രത്തിൻ്റെ ലേബർ കോഡുകൾക്കെതിരെ വിവിധ മേഖലകളിൽ നിന്ന് വരുന്നത് കടുത്ത വിമർശനങ്ങളാണ്. കാര്യമായ ചർച്ചകളില്ലാതെ നടപ്പിലാക്കിയതടക്കമുള്ള പ്രശ്നങ്ങൾ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിൽ കേരളത്തിൽ ഇപ്പോൾ ഒരുപക്ഷെ മനോരമ വാർത്തയെ തുടർന്ന് ചർച്ചയാകാൻ പോകുന്നത് വേതന കോഡിലായിരിക്കും. അതിൽ CITUവിൻ്റെ AR സിന്ധുവും AITUCയുടെ മുൻ മന്ത്രി കൂടിയായ KP രാജേന്ദ്രനും INTUCയുടെ VJ ജോസഫും അതേപോലെ BMSൻ്റെ ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താനും അടക്കമുള്ള ട്രേഡ് യൂണിയൻ നേതാക്കൾ അഭിപ്രായം പറയുന്നു. മിനിമം വേതനം ഉറപ്പാക്കുമെന്ന് പറയുമ്പോഴും സർക്കാരിന് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഇളവ് നൽകാൻ വ്യവസ്ഥയുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും ആനുകൂല്യം കിട്ടാതെയാകും. തൊഴിലാളി എന്ന നിർവചനത്തിൽ നിന്ന് വീട്ടുജോലിക്കാർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ മാറി നിൽക്കേണ്ടി വരും. മിനിമം വേതനത്തിനും താഴെ തറക്കൂലി, അതായത് ഫ്ലോർ വേജസ് ഏർപ്പെടുത്തിയ ആധുനിക അടിമത്തത്തിനാണ് കേന്ദ്രം അവസരമൊരുക്കുന്നത് എന്നും മറ്റുമാണ് ഇത് സംബന്ധിച്ച് CITUവിൻ്റെയും AITUCയുടെയും INTUCയുടെയും ഒക്കെ അഭിപ്രായം. അതിന് കേരളം രഹസ്യ കോഡ് തയ്യാറാക്കി എന്നാണ് വാർത്തയെങ്കിൽ അതിൻ്റെ ഡേറ്റ് അടക്കം മനോരമ കൊടുക്കുമ്പോൾ അത് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ PM ശ്രീ മോഡലിൽ തന്നെ ചർച്ചയാകാനും വലിയ കോളിളക്കമുണ്ടാകാനും സാധ്യതയുണ്ട്. ദേശാഭിമാനിയുടെ 1ാം പേജ് നോക്കിയാൽ ലേബർ കോഡുകൾക്കെതിരെ ഇന്ന് രാജ്യവ്യാപക പ്രക്ഷോഭം, അതായത് ഈ രഹസ്യമായി കേരളം കരട് ചട്ടമുണ്ടാക്കി എന്ന് പറയുന്ന കേന്ദ്രത്തിൻ്റെ ഈ നിയമത്തിനെതിരെ ഇടതു സംഘടനകളടക്കം ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധം നടത്തുകയാണെന്നുള്ളത് 1ാമത്തെ പേജിൽ ദേശാഭിമാനി കൊടുത്തിരിക്കുന്നു. തൊഴിലാളികളുടെ അവകാശങ്ങളെ ഹനിക്കുന്ന 4 ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നും ഐതിഹാസിക കർഷക സമരം ഒത്തുതീർപ്പായ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടത് ട്രേഡ് യൂണിയനുകൾ ഉൾപ്പെടെ ഇന്ന് രാജ്യവ്യാപക പ്രക്ഷോഭം നടത്തുകയാണെന്നുള്ള വാർത്തയും ദേശാഭിമാനി 1ാം പേജിൽ നൽകിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞ വാർത്തയുടെ പ്രത്യാഘാതം എങ്ങനെയായിരിക്കും രാഷ്ട്രീയമായി പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുക എന്നിനി വരും മണിക്കൂറുകളിലോ ദിവസങ്ങളിലോ ആയിരിക്കും നമ്മൾ അറിയുക. ബാക്കി വാർത്തകളിലേക്ക് വന്നാൽ മനോരമ തന്നെ എടുത്താൽ വോട്ട് ചെയ്യാൻ മുങ്ങിത്തപ്പണം എന്ന് 1ാം പേജിൽ മനോരമയുടെ മറ്റൊരു വാർത്തയുണ്ട്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആശയക്കുഴപ്പമേറ്റിയാണ് ഈ സ്ഥാനാർത്ഥി ക്രമം ഈ ബാലറ്റ് യൂണിറ്റിൽ പ്രസിദ്ധീകരിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ബാലറ്റിലെ സ്ഥാനാർത്ഥികളുടെ സ്ഥാനക്രമം മുന്നണി സ്ഥാനാർത്ഥികൾക്ക് കടുത്ത ഭീഷണി ഉയർത്തുന്നു. നേരത്തെ മുന്നണി സ്ഥാനാർത്ഥികൾ ആദ്യം വരും, അതിനുശേഷം താഴേക്ക്, അങ്ങനെ ആ മട്ടിലൊക്കെ ആയിരുന്നല്ലോ, അക്ഷരമാലാ ക്രമത്തിൽ വരുമായിരുന്നു. ഇതിപ്പോൾ മലയാളം അക്ഷരമാലാ ക്രമത്തിലാണ് പേരുകൾ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണ്? മിക്കയിടത്തും പട്ടികയിൽ ആദ്യം സ്വതന്ത്രരും വിമതരും ഒക്കെയാണ് വരുന്നത്. ചിലയിടങ്ങളിൽ അപരർ പോലും ബാലറ്റിൽ 1ാം സ്ഥാനത്താണ്. സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും മാത്രമാണ് തദ്ദേശ ബാലറ്റിൽ ഉണ്ടാവുക. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ ഇത്തിരി മുങ്ങി തപ്പേണ്ടി വരുമെന്ന് മനോരമ പറയുന്നു. മനോരമയുടെ 4ാം പേജിൽ മറ്റൊരു വാർത്തയുണ്ട്. മരുന്ന് രാജസ്ഥാൻ മെയ്ഡ്, അതായത് കേരളത്തിലെ
കേരളത്തിലേക്ക് രാജസ്ഥാനിൽ നിന്നെത്തുന്ന ആയുർവേദ മരുന്നുകളിൽ വ്യാജനുണ്ട് എന്നാണ് പറയുന്നത്. വിവിധ രോഗങ്ങൾ എന്ന് കാണിച്ച് രാജസ്ഥാനിൽ നിന്ന് വരുന്ന മരുന്നുകൾ മിക്കതിലും വേദന സംഹാരികളായ അലോപ്പതി മരുന്നുകളുടെ ചേരുവ കണ്ടെത്തി. രാജസ്ഥാനിൽ നിന്നെത്തുന്ന ശ്രേയസ്, കർപ്പൂര തുളസി, അഭയാരിഷ്ടം, ബലാരിഷ്ടം, കുടജാരിഷ്ടം, അമൃതാരിഷ്ടം, ദശമൂലാരിഷ്ടം, അങ്ങനെ കുറേ മരുന്നുകളുടെ പേരിൽ അവിപത്തി ചൂർണം, അശോകാരിഷ്ടം, ഇതിലൊക്കെ അലോപ്പതി മരുന്നുകളുടെ സാന്നിധ്യം കണ്ടെത്തി എന്നാണ് വാർത്ത. അതുകൊണ്ട് ജാഗ്രത. പഴയൊരു സിനിമയുണ്ടല്ലോ, ജഗതി ക്രോസിനാദി പടഹം ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടൊരു കഥാപാത്രം വരുന്ന, അതേപോലെ ആയുർവേദ മരുന്നുകളിൽ രാജസ്ഥാനിൽ നിന്ന് വരുന്നതിൽ ഇംഗ്ലീഷ് മരുന്നുകൾ അരച്ചു ചേർക്കുന്നു എന്ന വാർത്ത കൊടുത്തിരിക്കുന്നു മനോരമ. മാതൃഭൂമിയിലേക്ക് വന്നാൽ മാതൃഭൂമിയുടെ ഒന്നാമത്തെ വാർത്ത, അതിൽ നിന്ന് മറ്റ് പല പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട വാർത്തയാണ്. സ്കൂൾ വേണം ഓരോ കിലോമീറ്ററിലും എന്നാണ് വാർത്ത. കേരളത്തോട് സുപ്രീം കോടതി പറഞ്ഞതാണ്. വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ മാനദണ്ഡ പ്രകാരം പ്രൈമറി സ്കൂൾ ഇല്ലാത്ത സ്ഥലത്ത് അവ തുടങ്ങുന്നതിന് 6 മാസത്തിനകം നടപടി സ്വീകരിക്കണമെന്ന് കേരള സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. സ്ഥിരം കെട്ടിടമില്ലാത്തിടത്ത് താൽക്കാലിക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങാം. ഇത് മലപ്പുറം മഞ്ചേരി നഗരസഭയിലെ ഏലമ്പ്രയിൽ 3 മാസത്തിനകം LP സ്കൂൾ അനുവദിക്കണമെന്ന് ഉത്തരവിട്ടുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി പാലിക്കേണ്ട ഇത്തരം നിർദ്ദേശത്തെക്കുറിച്ച് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ എല്ലായിടത്തും സ്കൂളുകളുള്ള സംസ്ഥാനമാണല്ലോ കേരളം. അതുകൊണ്ട് പരിശോധിച്ച ശേഷം, കേരളത്തിൽ ആവശ്യത്തിന് സ്കൂളുകളുണ്ട്, പരിശോധിച്ച ശേഷം വേണ്ട നടപടിയെടുക്കുമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ കിലോമീറ്ററുകൾക്കപ്പുറമാണ് അടുത്തൊരു സ്കൂൾ നമുക്ക് കാണാനാവുക. അതുകൊണ്ട് ഇത് ഇന്ത്യയെ മൊത്തം പ്രതിഫലിപ്പിക്കുന്ന ഒരു വിധിയാണോ എന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ സംശയമുണ്ട്. മറ്റൊരു വാർത്ത മാതൃഭൂമിയുടെ ഒന്നാമത്തെ പേജിൽ, തലച്ചോറിൻ്റെ കൗമാരം നീളം 32 വയസ്സ് വരെ എന്ന് പറയുന്നു. മനുഷ്യജീവിതകാലത്തൊരു കൗതുക വാർത്തയാണ്. തലച്ചോർ 5 വ്യത്യസ്ത ദശകളിലൂടെ കടന്നു പോകുമെന്ന് കണ്ടെത്തിയിരിക്കുന്നു ശാസ്ത്രജ്ഞർ. 9, 32, 66, 83 വയസ്സുകളാണ് മസ്തിഷ്കത്തിലെ പ്രായമാറ്റത്തിൻ്റെ ദശയിലെ നിർണായക പ്രായങ്ങൾ എന്ന് പറഞ്ഞ തലച്ചോറിലെ ഈ ഒരു ന്യൂറോണുകളുടെ സ്വഭാവ സവിശേഷത ഓരോ കാലഘട്ടത്തിലും മാറുന്നത് എങ്ങനെയെന്ന് വിശകലനം ചെയ്യുകയാണ് മാതൃഭൂമിയുടെ മറ്റൊരു വാർത്ത. CPM സ്ഥാനാർത്ഥിക്ക് 20 വർഷം തടവെന്നുള്ള വാർത്ത പ്രധാനമായി കൊടുത്തിട്ടുണ്ട്. ഒപ്പം ദേശാഭിമാനിയിലേക്ക് ഒന്നുകൂടി പോയാൽ, അതിജീവിതയ്ക്കൊപ്പം കാതോർക്കുന്നു രാജ്യവും എന്ന് പറഞ്ഞ വിധി വരാനിരിക്കുകയാണ്. ദിലീപ് പ്രതിയായ നടിയെ ആക്രമിച്ച കേസിൽ അതിൽ അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നു രാജ്യം. ആ കേസിൻ്റെ ടൈം ലൈൻ വിശദമായി കൊടുത്തിരിക്കുന്നു. വീക്ഷണം പെട്ടെന്ന് വന്നാൽ വാ തുറക്കുമെന്ന് പേടി, കൈവിടാതെ CPM എന്നാണ് വാർത്ത. പത്മകുമാറിനെതിരെ പാർട്ടി നടപടിയില്ല, തീരുമാനത്തിന് പിന്നിൽ ഉന്നതർ കൊടുങ്ങുമെന്ന ഭയം എന്ന ശബരിമല സ്വർണ്ണക്കൊള്ള വാർത്തയെ കുറിച്ചാണ്. ഇന്നലെ CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഉണ്ടായിരുന്നു. അവിടെ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടായിട്ടില്ല. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് ഉന്നതർ കൊടുങ്ങും, പത്മകുമാർ വാതുറക്കുമെന്ന പേടിയിലാണെന്ന് CPM പറയുന്നു. ജന്മഭൂമിയിൽ സ്വാഭാവികമായിട്ടും രാമരാജ്യധ്വജമുയർന്നു എന്ന വലിയ വാർത്തയാണ് ഇന്നലെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പതാക ഉയർത്തിയത്, ധ്വജമുയർത്തിയ വാർത്ത. വിശ്വം സാക്ഷി, സൂര്യൻ സാക്ഷി, രാമഭക്ത കോടികൾ സാക്ഷി എന്നിങ്ങനെ ആലങ്കാരികമായ ഭാഷയിൽ ഇന്നത്തെ ജന്മഭൂമി പത്രം ഏതാണ്ട് മൊത്തവും ഇതുതന്നെയാണ്. മോഹൻ ഭഗവത്തിൻ്റെയും അതേപോലെ യോഗി ആദിത്യനാഥിൻ്റെയും ഒക്കെ അടക്കം ലേഖനങ്ങൾ. ഹിന്ദുവിലേക്ക് കൂടി പോയിട്ട് നമുക്ക് നിർത്താം. അസം പ്രപ്പോസസ് ജയിൽ ടൈം ഹെവി ഫൈൻസ് ഫോർ പൊളിഗമി. അതായത് ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നവർക്ക് വലിയ ശിക്ഷ, അതായത് 7 വർഷം വരെ തടവും വലിയ തുക പിഴയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു നിയമം ഇപ്പോൾ ആസാം പാസാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഒന്നാമത്തെ പേജായി ദേശീയ ദിനപത്രം ഹിന്ദു എടുത്തു വയ്ക്കുന്നു. സേതു.